എല്ലാരും ക്ലാപ്പ് കൊടുത്തേ. ഓയ് ഇവിടെ ഇവിടെ ഇന്നലെ ബാലരാമപുരത്ത് ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിരുന്നു കേട്ടോ. ബാലരാമപുരം RC ഇടവകയുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അവർ സംഘടിപ്പിച്ച ഒരു വ്യത്യസ്ത ഇനം കലാപരിപാടിയാണ് കേട്ടോ. ഒരു ലഹരി വിരുദ്ധ അവയർനെസ്സിനും കൂടിയാണ് ഈ കലാകായിക മത്സരങ്ങൾ അവിടെ സംഘടിപ്പിച്ചത്. മാതാപിതാക്കൾ അറിയാതെ ഇന്ന് എത്രയോ കുട്ടികൾ പല ലഹരി മരുന്ന് വസ്തുക്കൾക്കും അടിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ഇതുപോലെയുള്ള കായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് ലഹരിയിൽ നിന്ന് മുക്തമാക്കി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചത്. അന്യം നിന്നുപോയ ഗോലികളി, പഞ്ചഗുസ്തി മത്സരം, വടംവലി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ടീമുകളാണ് ഈ വടംവലിയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. ഗോലിയിൽ വിസ്മയം തീർന്ന ടീമാണ് ഈ ടീം. നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ വിൻസെന്റ് MLAയും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായ ഷിബു സാറും ചേർന്ന് കലാകായിക മത്സരങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പഞ്ചഗുസ്തി മത്സരത്തോടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കേട്ടോ. അത് എല്ലാവർക്കും ഒരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. എല്ലാരും ക്ലാപ്പ് കൊടുത്തേ. ഓയ് ഇവിടെ ഇവിടെ ഈ മത്സരം കഴിഞ്ഞാൽ ജൂനിയർ ബോയ്സിന്റെ മത്സരമാണ്. മത്സരാർത്ഥികൾ എൻട്രൻസിൽ തയ്യാറായി നിൽക്കേണ്ടതാണ്. പേരുകൾ വിളിക്കുന്നതനുസരിച്ച് സെൻട്രൽ കോർട്ടിൽ എത്തിച്ചേരുക. മത്സരം ആരംഭിച്ചിരിക്കുന്നു. കൈവച്ച് പ്രോത്സാഹിപ്പിക്കൂ. പഞ്ചഗുസ്തി മത്സരം നമ്മളെ ആരംഭിച്ചിരിക്കുന്നു. കൈവരിച്ച് സ്വീകരിക്കും. നമ്മുടെ പഞ്ചഗുസ്തി മത്സരം ആര് ജയിക്കും എന്ന് കൈവരിച്ച് സ്വീകരിക്കും. മത്സരം വിജയിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കൈവരിച്ച് സ്വീകരിക്കും. ആവേശത്തിന്റെ കുണമണിയ രണ്ട് വനിതകളുടെ മുമ്പിൽ പഞ്ചഗുസ്തി മത്സരം, വാശിയേറിയ മത്സരം. അടുത്ത ജൂനിയർ ബോയ്സ് എല്ലാവരും റെഡിയായി നിൽക്കേണ്ടതാണ്. പഞ്ചഗുസ്തി മത്സരത്തിനായി ജൂനിയർ ബോയ്സ് ടീമുകളെല്ലാം റെഡിയായി നിൽക്കുക. വാശിയേറിയ മത്സരം, പഞ്ചഗുസ്തി മത്സരം വിജയിച്ചുകൊണ്ട് ആനി സ്വീകരിക്കും. വനിതകളുടെ പഞ്ചഗുസ്തി മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സ്നേഹ. ചരിത്രം എഴുതിക്കൊണ്ട് ജീവൻ മുഖപ്പതിന് പോലും പകർന്നു നൽകിയ ദേശാഭിമാനത്തിന്റെ മജ്ജയും മാംസവും പിടഞ്ഞവരുടെ ചരിത്രം സമയത്ത് പോകുന്നുണ്ട്. കളിക്കാരുടെ പിന്നാറ്റി വരുന്നുണ്ട്. കളിക്കപ്പെട്ട് മാറുന്നുണ്ട്. കളി വരുന്നുണ്ട്. ഈ കളി എങ്ങനെയാണ്? ഇതാണ് കപ്പവലി. ഓണക്കാലത്ത് തുണികളിക്കപ്പം നിങ്ങൾ കണ്ട ആ ഒരു പഴയ ചരിത്രമല്ല ഈ വടംവലിക്കുള്ളത്. പ്രൊഫഷണലിസം അതാണ് ഈ ചാമ്പ്യൻ ടീമുകൾ ഇവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൈയടിച്ചു വർഷം ആ ചരിത്രം അങ്ങനെ കൈയടിച്ചില്ല. പിന്നെ ആ ടീം വലിച്ചോണ്ട് അപ്പൊ ഇവിടെ കൈയടിച്ചാല് ഇവർ തിരികെ വരും. ബാലരാമപുരത്തിന്റെ മണ്ണുണ്ട്. 13.2 ഓവർ ആയിട്ടുണ്ടല്ലോ. 13.2 ഓവറിൽ ഇനി പാകിസ്ഥാന് ജയിക്കാൻ 40 ബോളിൽ 89 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇപ്പോൾ ക്രീസിൽ ഷൈൻ അഫ്രീദ് ഉണ്ട്, സജീവ് അഷ്റഫ് ഉണ്ട്. ബോളിംഗ് യൂണിറ്റിൽ കുൽദീപ് യാദവ്
അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആകാശത്തെ ഉൾപ്പെടെയാക്കിക്കൊണ്ട് കൈയടിച്ച് സ്വീകരിക്കണം. രാജമൗലിയിൽ തയ്യാറാക്കിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ കഥയല്ല പഠിച്ചെടുത്ത അറിവിന്റെ അവസാനം എന്തും സംഭവിക്കാവുന്ന രീതിയില രണ്ട് ചാമ്പ്യന്മാർ 7-14 സുഖിതമായ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ബാലരാമപുരം ആസിയുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ അറിയിച്ചിരിക്കുന്ന ആദ്യ വിടവൽ മത്സരത്തിൽ രണ്ട് രാജാതിരാജാക്കന്മാരുടെ പോരാട്ടം കൈയടിച്ച് അവരുടെ രാജാക്കന്മാരുടെ രാജവീതികൾ രാജപ്പുളകിയ ചാർത്തുമ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ മോഹൻലാലിന്റെ സ്നേഹമില്ല. ഇരു ടീമിന്റെയും ഇടനാഴിയിലും ചങ്കിലും ഉദിക്കുന്നത് പത്രോസിന്റെ രാജകീയ പദവികൾക്കപ്പുറം സെലസ്ത്യാനോസ് കാട്ടിത്തരുന്ന രക്തസാക്ഷിത്വത്തിന്റെ വീര്യം ഇവിടെ കാണാം. അങ്ങനെ നെഞ്ചുറച്ച് കരളുറപ്പുള്ള കരളിന്റെ ചങ്കന്മാർ ചങ്കുചോരി വീര്യം കൊടുത്ത് ഇവിടെ മത്സരിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ പോകല്ലേ. സമയം വരുമ്പോൾ 9:59 ആയിട്ടുള്ളൂ. കയ്യടി ഇവിടെ കയ്യടി അവിടെ കയ്യടി അവിടെ കയ്യടി അവിടെ അടിക്കാൻ കൈ ജീവിതം മുഴുവൻ വളരെ മനുഷ്യர்களായി ഒഴിഞ്ഞു വെച്ച് താരം അവരുടെ ശിക്ഷണത്തിന് ഗുരുനാഥൻ ആ ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് ഇതാ ഏറ്റുവാങ്ങുന്ന ട്രോഫിയും സമ്മാനങ്ങളുടെ കൈയടിച്ചു കൊടുക്കുക പോരാ കയ്യിൽ 2024-25 സീസണിലെ മികച്ച പ്ലെയർ